ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലക്ഷ്മി രേവതിയോട് ചോദിക്കുവാണ്, ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ടും ഒരാൾ പോലും വന്നില്ലല്ലോ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുവാണ്, അച്ഛൻ വരും എന്ന് പറഞ്ഞതാണ്, പിന്നെ ഞാനാ പറഞ്ഞത്. ഒന്നാണ്ട് അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ വ്യക്തിയല്ലേ, അപ്പോൾ അങ്ങനെ വന്ന് മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനാണ് വരണ്ടെന്ന് പറഞ്ഞത്. പിന്നെ സച്ചിയേട്ടനോട് വരാൻ അച്ഛനും ഞാനും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സച്ചിയേട്ടൻ വരോ വരാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അമ്മേ എന്ന് രേവതി പറയുവാണ്. പിന്നെ കാണിക്കുന്നത് അച്ഛൻ്റെ ചടങ്ങ് നടത്താത്തതിന് പരാതി പറയുന്ന ആൾക്കാരെയാണ്. അവർ പറയും രാഹുകാലത്തിന് മുമ്പേ ഇലയിൽ ഭക്ഷണം വെക്കണം ലക്ഷ്മി എന്ന് പറയും. അപ്പോൾ ലക്ഷ്മി പറയും, സച്ചി വന്നിട്ട് ചെയ്യാം ചടങ്ങൊക്കെ എന്ന് കരുതിയിട്ടാണ്. സച്ചി വരാതിരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾ ആ സമയത്ത് ചടങ്ങ് തീർക്കാൻ നോക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതിയൊക്കെ ഇലയിൽ ഭക്ഷണം വിളമ്പി വെച്ച് വിളക്കൊക്കെ വെച്ച് അച്ഛൻ്റെ മുമ്പിൽ നിന്നും പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുവാണ് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന്. അപ്പോൾ ശരത്തും കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോഴേക്കും ശരത്തിന് പെട്ടെന്ന് വേദന വരും. അപ്പോൾ അമ്മ ചീത്ത പറയും, കൈ അനക്കരുതെന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ ശരത്ത് പറയും, ഞാനൊന്ന് കൈ തൊഴുത് പ്രാർത്ഥിക്കാൻ നോക്കിയതാണ് അമ്മയെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കരഞ്ഞുകൊണ്ട് ശരത്തിനെ ഒരു കസേരയിൽ കൊണ്ടുപോയി ഇരുത്തും. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ചടങ്ങിനായിട്ട് ലക്ഷ്മിയുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറത്തു നിന്ന് തന്നെ കുറച്ച് പേര് ചോദിക്കും, എന്താ സച്ചി ഇപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഓട്ടം ഉണ്ടായിരുന്നു അതാണെന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും, എന്നാലും സച്ചി നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, അവനൊരു ചെറിയ പയ്യനല്ലേ, അവൻ്റെ കൈ പിടിച്ചൊടിക്കണ്ടായിരുന്നു. പണ്ട് നീ ആ പലിശക്കാരൻ്റെ കൈ ഒടിച്ചപ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിച്ചതായിരുന്നു. പക്ഷെ ശരത്തിൻ്റെ കൈ, ലക്ഷ്മിയൊക്കെ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇപ്പോൾ എന്ത് വിഷമായെന്നറിയോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എന്നിട്ടും സച്ചിയോട് അവർ കാരണം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ സച്ചി ഒന്നും പറയുന്നില്ല. സച്ചി അങ്ങനെ നടന്ന് അകത്തോട്ട് പോകുവാണ്. അകത്തോട്ട് പോകുമ്പോഴേക്കും ലക്ഷ്മി ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നും കരയുവാണ്. നിങ്ങളുടെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇങ്ങനെ ഇവൻ ഈ അവസ്ഥയിലാക്കിയത് പുറത്തു നിന്നുള്ള ഒരാളല്ല, നമ്മുടെ വീട്ടിലെ മരുമോൻ തന്നെയാണെന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ലക്ഷ്മിയെ കൊണ്ടുപോയി അവിടെ മാറ്റി നിർത്തും. സച്ചി പുറത്തു നിന്ന് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലക്ഷ്മി അങ്ങനെ നിന്ന് സച്ചിയെ കുറ്റം പറയുവാണ്, എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇവൻ ചെറിയ കുഞ്ഞല്ലേ, അവൻ്റെ ഒരു മുരടൻ സ്വഭാവമാണ്, എനിക്ക് രേവതിയെക്കുറിച്ച് ഓർത്തും പേടിയുണ്ട്, അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ്റെ ചിലവരുടെ സ്വഭാവം അങ്ങനെയാണ്, ജനിക്കുമ്പോൾ തൊട്ടുള്ളത് മാറില്ല, അത്രയ്ക്ക് മുരടൻ സ്വഭാവമാണ്, എന്ത് സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഇതൊക്കെ കേട്ട് പുറത്ത് നിന്ന് വിഷമിക്കുവാണ് കേട്ടോ. രേവതിക്കും നല്ല സങ്കടമാവേണ്ട സച്ചിയെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോഴേക്കും അമ്മ, സച്ചിക്ക് ഞങ്ങൾ ഒരുപാട് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വേദനയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മി കരയുവാണ്. അവന് മാത്രമേ ദേഷ്യം വരുള്ളൂ, ബാക്കി ആർക്കും ദേഷ്യം വരില്ല, എന്തൊരു റൗഡിത്തരം അവൻ കാണിച്ചതെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും സച്ചി അകത്തോട്ട് കയറി വരുവാണ് കേട്ടോ. സച്ചിയെ കണ്ടതും ലക്ഷ്മിയുടെ മുഖമൊക്കെ വല്ലാണ്ട് വിളറി വെളുക്കും, കാരണം സച്ചിയെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. സച്ചി അങ്ങനെ അപ്പോൾ പുറത്ത് നിൽക്കും, ലക്ഷ്മി ഇങ്ങനെ നെട്ടി നിൽക്കും. അപ്പോൾ രേവതി പറയും, എന്താ സച്ചിയേട്ടാ, വാ സച്ചിയേട്ടാ അകത്തോട്ട് വാന്ന് പറയുമ്പോഴേക്കും സച്ചി അകത്തോട്ട് വരും. സച്ചി അകത്തോട്ട് വരുമ്പോഴേക്കും അമ്മേനോട് പറയും, എന്താ അമ്മയെ നിർത്തിക്കളഞ്ഞത്, പറ, മുരടൻ, എന്താണ് വൃത്തികെട്ടവൻ, റൗഡിത്തരം കാണിക്കുന്നവൻ, ഇനിയും എന്തൊക്കെയുണ്ട് പറ, രേവതി ഇതൊക്കെ കേൾക്കാനാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പോൾ അടുത്തുള്ളവരും സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. അപ്പോൾ രേവതി പറയും, ഫോട്ടോയുടെ മുമ്പിൽ നിന്നും ശരത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോഴേക്കും കൈവേദന വന്നു, അതിൻ്റെ സങ്കടത്തിൽ അമ്മ പറഞ്ഞതാന്ന് പറയുമ്പോൾ കൂടി നിന്നവരൊക്കെ ചോദിക്കും, എന്തിനാ സച്ചി, അവൻ ചെറിയ ചെക്കനല്ലേ, അവൻ്റെ കൈ എന്തിനാ ഒടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും, അവൻ്റെ കയ്യിലിരിപ്പിനാണ് ഞാൻ ഒടിച്ചതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ശരത്ത് കസേരയിൽ നിന്നും ചാടി എഴുന്നേക്കും, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, വീണ്ടും കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ ഓരോന്നൊക്കെ പറഞ്ഞ് ശരത്ത് ചൂടാകുവാണ് സച്ചിയോട്. എൻ്റെ കൈയൊടിച്ചു, ഇനി എൻ്റെ ഭാവി എന്താകും എന്നറിയില്ല എന്ന് ശരത്ത് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്താടാ എല്ലാവരുടെ മുമ്പിലും ഭയങ്കര മാന്യനാവാൻ നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, നിങ്ങളെക്കാളും ഏതായാലും നല്ല മാന്യനാണ് ഞാനെന്ന് പറയും, നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ആരെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇറങ്ങിപ്പോകുന്നൊക്കെ ശരത്ത് പറയുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി എന്താടാ നീ പറഞ്ഞതെന്ന് പറഞ്ഞ് ശരത്തിൻ്റെ കോളറൊക്കെ പിടിച്ച് വീണ്ടും 2-3 അടിയൊക്കെ അടിക്കുവാണ് എല്ലാവരും. അപ്പോൾ കൂടി നിന്നവരൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റും. അപ്പോൾ രേവതി സച്ചിയോട് ചൂടാവുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതേ എനിക്ക് ഭ്രാന്താ, ഇപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് എന്നെ അപമാനിച്ചില്ല, ഈ അപമാനം കേൾക്കാനാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങൾ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും ഇറങ്ങി പോകുവാണ്. പിന്നീട് അവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. രേവതിക്കും അമ്മക്കും എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്, എല്ലാവരും പൊട്ടിക്കരയുവാണ്.
പിന്നീട് ഒരു പാലത്തിൻ്റെ മുകളിലിരുന്ന് വിഷമിക്കുന്ന സച്ചിയും ഈ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് രേവതി അമ്മയോട് പറയും, അമ്മയെ വിഷമിക്കരുത്, ഇന്ന് അച്ഛന് സന്തോഷിക്കേണ്ട ദിവസമാണ്, അപ്പോൾ നമുക്ക് ചടങ്ങ് പൂർത്തിയാക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് രേവതി പോയിരുന്ന ഇലയിൽ വെച്ചിരുന്ന ഭക്ഷണം കരഞ്ഞുകൊണ്ട് കഴിക്കുവാണ്. അമ്മയും പെങ്ങളൊക്കെ ഇത് കണ്ട് കരയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതി ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് സച്ചിയുടെ വീട്ടിലോട്ട് പോകുവാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു മോളെ ചടങ്ങൊക്കെ, സച്ചി വന്നില്ലേ ചടങ്ങിനൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ വന്നായിരുന്നു എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കും ശ്രുതിക്കും നല്ല സങ്കടമാവും കേട്ടോ. ചന്ദ്ര പറയുവാണ്, നിങ്ങൾ കുരങ്ങനെ കണ്ടിട്ടില്ലേ, കുരങ്ങനെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് സ്കൂളിൽ പഠിക്കാൻ വിട്ടാൽ എങ്ങനെ ഇരിക്കും, അവൻ പേപ്പറൊക്കെ കീറിയെല്ലാം വാരി വലച്ച് അലമ്പാക്കും, അതുപോലെയാണ് സച്ചിയും, അവന് നല്ലതൊന്നും അറിയില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും പുറത്തുനിന്ന് സച്ചി ഇതൊക്കെ കേട്ട് വീണ്ടും അകത്തോട്ട് വരുവാണ്. എന്നിട്ട് പറയും, കുരങ്ങൻ നിങ്ങളുടെ മോൻ പാൻറ്റും ഷർട്ടും ഇട്ട് പഠിക്കാൻ വിട്ടത് നിങ്ങളുടെ മോനാണ്, നിങ്ങളുടെ മോൻ സുധിയാണ്, സുധിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ സച്ചിയോട് ചൂടാവുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കടാന്ന് പറയും. അച്ഛൻ ചീത്ത പറയുമ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ മാറും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, നീ എന്തിനാടാ, സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരു പ്രശ്നം നടക്കുമ്പോൾ അതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ അങ്ങോട്ടേക്ക് വിട്ടത്, നീ അപ്പോൾ ഒന്നുകൂടെ കുളമാക്കി വന്നു. അപ്പോൾ സച്ചി പറയും, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛ, തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ പിന്നെയും ഇതിനെ ന്യായീകരിക്കുകയാണോ എന്ന് പറയുമ്പോൾ രേവതി കരയുവാണ്. രേവതി പറയും, ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ഇപ്പോൾ മരിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞൊന്ന് ചടങ്ങ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചില്ല, എല്ലാം എൻ്റെ തലവിധി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേവതി പോകുവാണ്. ഇതൊക്കെ കണ്ട് ചന്ദ്രയൊക്കെ സന്തോഷിക്കുകയാണ് കേട്ടോ. ഏതായാലും സച്ചിക്ക് രേവതി അങ്ങനെ പറഞ്ഞത് നല്ല വിഷമമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.